അപ്പൊ ഇന്ന് നമ്മൾ എന്ന് പറഞ്ഞ സ്ക്വാഡായിട്ട് ബിയർ മാച്ച് ഒക്കെ കളിക്കണം. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ കളിക്കുന്നവരെന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയോ മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ കൂടെ കളിച്ചിട്ടുണ്ടെന്ന് മച്ചന്മാരാണ്. പിന്നെ ഈ സ്മോക്കി എന്ന് പറഞ്ഞ അക്കൗണ്ട് നമ്മുടെ അളിയനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ താങ്ക്സർ എന്ന് പറഞ്ഞ അക്കൗണ്ട് നമ്മുടെ അഭിജിത്തേട്ടനുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം മീനുട്ടി ഉണ്ട്. ഞാൻ ഫ്രണ്ട് ആക്കുമ്പോൾ മച്ചൻ ഐഡി ഇതാണ്. ബ്രോ ഒന്ന് ഫ്രണ്ട് ആക്കുമ്പോൾ കുറെ ദിവസമായി പറയുന്നു, പക്ഷെ ബ്രോ എന്നെ ഫ്രണ്ട് ആക്കിയില്ല. കട്ട ഫാനാണ്. പ്ലീസ് ഞാൻ യൂബാണ്, എന്റെ കൂടെ കളിക്കാൻ ആരുമില്ല, പ്ലീസ് യു ഐ ഡി എന്നോട് യു ഐ ഡി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ നമ്മുടെ മച്ചന്റെ യു ഐ ഡി ആണ് നമ്മൾ കോപ്പി ഒക്കെ ആക്കിയിട്ട് പേസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മച്ചന്റെ ഐഡി ഉണ്ടായിരുന്നു. പേര് നോക്കുകയാണെന്ന് INF സാസ്ക എന്ന പേരുണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലും റിക്വസ്റ്റ് ഒക്കെ അയച്ചിട്ടുണ്ട്. പിന്നെ ഇൻസ്പെക്ട് ആക്കി നോക്കാന്നൊക്കെ ചോദിച്ചു. ഇതാണ് നമ്മുടെ മച്ചന്റെ ഐഡി. എന്തായാലും നമ്മൾ റിക്വസ്റ്റ് ഒക്കെ അയച്ചിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇറങ്ങാറെന്ന് പറഞ്ഞാൽ പീക്കിലും ക്ലോക്ക് ടവറിലൊക്കെ കൂടുതൽ ഇറങ്ങാറ്. അപ്പൊ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് കുറെ ദിവസത്തിന് ശേഷമാണ് നമ്മൾ മില്ലിലൊക്കെ വന്ന് ഇറങ്ങിക്കുന്നത്. നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു സ്കോഡ് ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ബാക്കിലുണ്ടായിരുന്നു, ഒരു പ്ലെയർ ഫ്രണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിലത്തെ പ്ലെയർ അങ്ങ് റഷ് ആക്കിയപ്പോൾ തന്നെ ആ പ്ലെയറിനെ കുത്തി പിടിച്ച് കൊന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ടീമേറ്റ് നോക്കുകയാണെന്ന് വെച്ചാൽ 3 പേരും ചത്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലെയറിന്റെ ടീമേറ്റ് വന്നപ്പോൾ ആ പ്ലെയറിന്റെ ടീമേറ്റിനെ നല്ല ഡാമേജ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോക്കോ കണ്ടായിരുന്നു ആ പ്ലെയർ ഓപ്പണിക്ക് വന്നപ്പോൾ തന്നെ ആ പ്ലെയറിനെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമേറ്റ് ഒക്കെ ചത്ത കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയും ഒന്ന് ഹോൾഡ് ആക്കിയിട്ടാണ് റിവൈവ് അടിക്കാന്നൊക്കെ വിചാരിച്ചു. നമ്മൾ കുറെ നേരം ഇവിടെ വെയിറ്റ് ആക്കിയായിരുന്നു. പിന്നെ കുറെ നേരം വെയിറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ടീമേറ്റ് 3 പേര് പൊന്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോക്കുകയാണെന്ന് വെച്ചാൽ എതിർ ടീമത്തെ അതേ 3 പ്ലേയേഴ്സ് റിവൈവ് ആയിട്ട് വന്നിട്ടാണ് ഇതിന് മേളിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ കൊന്ന പ്ലെയർ എന്ന് പറഞ്ഞാൽ ആ പ്ലെയറിനെ എന്നെ അടിച്ച് കൊന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നോക്കുകയാണെന്ന് വെച്ചാൽ ചെക്കൻ വീടിന് മേളിൽ നിന്നൊക്കെ ചാടി വന്നു. അപ്പോൾ എനിക്ക് ആ വരവ് കണ്ടപ്പോഴേ തോന്നി ഇമോട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള വരവാകുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ചെക്ക് ഒരു ഇമോട്ടൊക്കെ ഇട്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഗ്ലൂ വാളൊക്കെ കവറിലിട്ടിട്ട് കുറെ നേരം ഇമോട്ട് ഇടുന്നൊക്കെ തോന്നിയിട്ടായിരുന്നു. പിന്നെ ഗ്ലൂ വാളൊക്കെ കവറിലിട്ടാണ് ഒരു ഇമോട്ടൊക്കെ ഇട്ടാണ് ചെന്നങ്ങ് ഫിനിഷ് ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അറിയാലോ നമ്മളെ ഇമോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ കിട്ടിയാലും നമ്മൾ ഇമോട്ട് ഇടുന്നു. പിന്നെ അതൊക്കെ അതിനൊരു നമ്മൾ ലാസ്റ്റ് സോണൊക്കെ ആവാറായതായിരുന്നു. അപ്പോൾ ഇവിടെ ഫൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോങ്ങെന്ന് കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു ഇമോട്ട് ഇട്ട മച്ചനാണ് അതെന്ന്. അപ്പോൾ ഒന്നും നോക്കിയില്ല, ആ പ്ലെയറിനെ അങ്ങ് അടിച്ച് കൊന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത്ര ലോങ്ങിലായിരുന്നു നമുക്ക് ഇമോട്ട് ഇടാൻ പറ്റിയിട്ടുണ്ടാവില്ല. അവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞാൽ അവൻ ചാവും നമുക്ക് അറിയാമായിരുന്നു. പിന്നെ നോക്കുകയാണെന്ന് വെച്ചാൽ കില്ല് നമുക്ക് അങ്ങ് കിട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അവനെ കൊന്ന കാരണം വലിയ മാസ് ഡയലോഗൊക്കെ അടിച്ചതായിരുന്നു. അടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനാണ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാണ്ട് മേപ്പ് എടുത്തിട്ടാണ് നമ്മൾ കറക്റ്റ് ടൈമിൽ മേപ്പ് എടുത്തപ്പോൾ തന്നെ ചത്തിട്ടുണ്ട്. അപ്പം തന്നെ അങ്ങ് മൂഞ്ചി. അപ്പം ശരി എന്നാ.